ഹായ് ഫ്രണ്ട്സ്, സിനിമ ഷൂട്ടിങ്ങിനും മറ്റ് സ്ട്രീമിംഗ് ഇവൻറ്റുകളിലും ഒരു കളിപ്പാട്ടം പോലെ ഉപയോഗിച്ചിരുന്ന ഡ്രോൺ ക്യാമറകൾ ഇന്ന് പല മേഖലകളിലും വ്യാപകമായ ആപ്ലിക്കേഷനിലൂടെ കൂടുതൽ ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകളിൽ അത് വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഡ്രോൺ ആപ്ലിക്കേഷൻ പ്രത്യേകിച്ച് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് അഥവാ UAV യുടെ സാന്നിധ്യം വർദ്ധിച്ചു വരുന്ന മേഖലകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല വിധത്തിലുള്ള സെക്ടറുകളും കാണാൻ പറ്റും. ഇപ്പോൾ ഏരിയൽ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി, ലൈവ് സ്ട്രീമിംഗ് കൂടാതെ ഈ റിയൽ എസ്റ്റേറ്റിലുള്ള ഫോട്ടോഗ്രാഫി, അതിൻ്റെ മാപ്പിംഗ് ആൻഡ് സർവേയിങ്, അതുപോലെ അതിൻ്റെ അസറ്റ് ഇൻസ്പെക്ഷൻ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഈ ഡ്രോണിൻ്റെ ഉപയോഗമുണ്ട്. അതേപോലെ പേലോഡ് കെയറിങ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഉപയോഗം ഇതിനുണ്ട്. അത് പ്രത്യേകിച്ച് മിലിറ്ററി ആൻഡ് ഡിഫൻസ് സെഗ്മെൻറ്റിൽ പ്രധാനമായിട്ടും ഡ്രോൺ ഉപയോഗിക്കുന്നത് ഈ ഒരു യുദ്ധമുഖത്ത് ഇങ്ങനെയുള്ള ഉപയോഗം ഈ ഡ്രോൺ കൊണ്ട്. അതുപോലെ തന്നെ ആൻറ്റി ഡ്രോണും ഉണ്ട്. ആ ഡ്രോണിനെ തകർക്കുന്ന ആൻറ്റി ഡ്രോൺ ടെക്നോളജിയും ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതുകൂടാതെ അഗ്രികൾച്ചർ, അതുപോലെ ബേർഡ് കൺട്രോൾ, ക്രോപ്പിൻ്റെ സ്പ്രേയിങ്, അതുപോലെ അഗ്രികൾച്ചർ മേഖല ക്രോപ്പ് മോണിറ്ററിങ് പോലെയുള്ള ആക്ടിവിറ്റീസിനൊക്കെ ഈ ഡ്രോണിൻ്റെ ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. കൂടാതെ ഈ റൂഫ് ഇൻസ്പെക്ഷൻസ്, അതുപോലെ എമർജൻസി റെസ്പോൺസ്, പ്രത്യേകിച്ച് സെർച്ച് ആൻഡ് റെസ്ക്യൂ മേഖലകളിൽ, അതുപോലെ മറൈൻ റെസ്ക്യൂ മേഖലകളിൽ, ഡിസാസ്റ്റർ സോൺ മാപ്പിംഗ്, അതുപോലെ ഡിസാസ്റ്റർ റിലീഫ് പ്രവർത്തനങ്ങൾ, ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളിലുമൊക്കെ ഈ ഡ്രോണിൻ്റെ ഉപയോഗം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. കൂടാതെ ഫോറൻസിക്, മൈനിങ്, ഫയർ ഫൈറ്റിംഗ് പോലെയുള്ള മേഖലകളിലും, അതുപോലെ തന്നെ ഇൻഷുറൻസ് മേഖലയിലും, അതുപോലെ ഏവിയേഷൻ, മെറ്റീരിയോളജി മേഖലകളിലുമൊക്കെ ഇതിൻ്റെ ഉപയോഗം കൂടിക്കൂടി വരികയാണ്. ഇതുകൂടാതെ ഏറ്റവും പ്രധാനമായി മറ്റൊരു മേഖല കാണുന്നത് ലോജിസ്റ്റിക്കുമായി ബന്ധപ്പെട്ട പ്രൊഡക്റ്റ് ഡെലിവറി മേഖലകളിലാണ് ഏറ്റവും ഒടുവിലായിട്ട് ഈ ഡ്രോണിൻ്റെ ഉപയോഗം വരുന്നത്. അപ്പോൾ ഈ അവസാനം പറഞ്ഞ ഈ ഒരു ലോജിസ്റ്റിക് പ്രൊഡക്റ്റ് ഡെലിവറി സെഗ്മെൻറ്റിൽ ഡ്രോൺ സർവീസ് ഉപയോഗിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ള ഒരു ഇന്ത്യൻ കമ്പനിയാണ്. ഇന്ത്യയിലെ ഒരു ലീഡിംഗ് ലോജിസ്റ്റിക് കമ്പനിയായ ആ സ്റ്റോക്കിനെ കുറിച്ചും മറ്റ് ഡ്രോൺ സെഗ്മെൻറ്റുകളിലെ സ്റ്റോക്കിനെ കുറിച്ചും ഒക്കെയാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഡെൽഹിവരി എന്ന് പറയുന്ന ലോജിസ്റ്റിക് സെഗ്മെൻറ്റിലുള്ള കമ്പനി കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഡ്രോൺ ആസ് എ സർവീസ് എന്ന നിലയിൽ പുതിയൊരു എൻറ്റിറ്റി കമ്പനിയുടെ കീഴിൽ രൂപീകരിക്കുകയാണെന്ന് അനൗൺസ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം ആ കമ്പനി അതിൻ്റെ ആ ഒരു അനൗൺസ്മെൻറ്റ് പൂർത്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് ജൂലൈ 3-ാം തീയതി ഡെലിവറിയുടെ ഒരു ഡ്രോൺ സബ്സിഡിയറി രൂപം കൊടുക്കുകയും അതിന് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് അപ്രൂവൽ നൽകിയതായിട്ടുള്ള ഒരു വിവരം അവർ എക്സ്ചേഞ്ചിൽ റെഗുലേറ്ററി ഫയലിംഗ് എന്നുള്ള രീതിയിൽ അവർ സമർപ്പിച്ചതായി കാണാം. അപ്പോൾ ഈ ഡെൽഹിവരിയുടെ ഈ ഒരു റോബോട്ടിക്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു സബ്സിഡിയറി ഷിപ്മെൻറ്റ് മൂവ്മെൻറ്റ്, പ്രത്യേകിച്ച് അവരുടെ ലോജിസ്റ്റിക് ഷിപ്മെൻറ്റ് മൂവ്മെൻറ്റും അതേപോലെ റിമോട്ട് കേന്ദ്രങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇത്തരം ഷിപ്മെൻറ്റിനെ ട്രാക്ക് ചെയ്യുക തുടങ്ങിയ അവരുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കുക എന്നാണ് പറയുന്നത്. ഇത് കൂടാതെ ഇവർ UAV അഥവാ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് നിർമ്മാണവും അതുപോലെ അതിൻ്റെ വിൽപ്പനയും ഗ്ലോബലി ഒരു വലിയ ഒരു ക്യാൻവാസിൽ ചെയ്യാനുള്ള ഒരു ബൃഹത്തായ പദ്ധതിയാണ് കമ്പനി ലക്ഷ്യമിടുന്നത് എന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഈ ഡെൽഹിവരി എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ഇന്ത്യയിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റവന്യൂവിൻ്റെ കാര്യത്തിൽ ഒരു ലാർജസ്റ്റ് ആയിട്ടുള്ള ഫുള്ളി ഇൻറ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക് കമ്പനിയാണിത്. ഇവർ ലോജിസ്റ്റിക് രംഗത്ത് എല്ലാ റേഞ്ചിനുമുള്ള സർവീസും പ്രത്യേകിച്ച് വാല്യൂ ആഡഡ് സർവീസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇതിന് കൂടെയാണ് ഇപ്പോൾ ഡ്രോൺ ആ ഡെലിവറി സിസ്റ്റത്തിലേക്ക് കമ്പനി കാലെടുത്ത് വെക്കുന്നത്. ഇപ്പോൾ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 28,000 കോടിയുള്ള ഒരു മിഡ് ക്യാപ് സെഗ്മെൻറ്റിലുള്ള കമ്പനിയാണ്. 2022 ഈ കമ്പനി ലിസ്റ്റ് ചെയ്യുന്നത്. അന്ന് ലിസ്റ്റ് ചെയ്തതിന് ശേഷം 708 എന്നുള്ള വമ്പിച്ച ഒരു ലിസ്റ്റിംഗ് ഗെയിൻ നേടിയ ഒരു കമ്പനിയായിരുന്നു ഇത്. പക്ഷേ ആ ഒരു ലെവലിൽ നിന്ന് കമ്പനിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ 40 മുതൽ 50% വരെ തകർന്ന് താഴേക്ക് വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കമ്പനിയുടെ കറണ്ട് പ്രൈസ് 392 എന്ന ലെവലിലാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുക. അതായത് അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് ഇപ്പോൾ ഏകദേശം 19% കറക്റ്റ് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. കമ്പനിയുടെ ഒരു ഡെപ്റ്റ് പൊസിഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഓക്കെയാണ്. 0.13 എന്നുള്ള ഒരു നേരിയ ഡെപ്റ്റാണ് നമുക്ക് കാണാൻ കഴിയുക. അതേപോലെ പ്രെഡ്ജഡ് പെർസെൻറ്റേജ് ഒക്കെ 0 ആണ്. അപ്പോൾ ആ കാര്യത്തിൽ ഓക്കെയാണ്. പക്ഷേ കമ്പനിയുടെ ROCE മൈനസ് എന്ന ഫിഗറാണ് കാണുക, -1.31ഉം ROE -2.481. അപ്പോൾ ഇതാണ് ഈ കമ്പനിയുടെ ഫണ്ടമെൻ്റൽസിൽ ചില കുഴപ്പങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ കമ്പനിയുടെ സെയിൽസും പ്രോഫിറ്റും കഴിഞ്ഞ വർഷത്തെ ക്വാർട്ടറും ഈ വർഷത്തെ 4 ക്വാർട്ടറുകളും തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സെയിൽസ് ഗ്രോത്തിൽ ഒരു 12% വർധനവ് കാണുന്നുണ്ട്. പ്രോഫിറ്റ് ഗ്രോത്തിൽ 77% വർധന നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ കമ്പനിയുടെ റവന്യൂ ഗ്രോത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് വളരുന്നുണ്ടെങ്കിലും പ്രോഫിറ്റ് തികച്ചും നിരാശപ്പെടുത്തുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുക. ഇതുവരെ ഈ കമ്പനിക്ക് പ്രോഫിറ്റിൽ വരാൻ സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ വർഷം ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സിന് നൽകിയത് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആൾമോസ്റ്റ് 0 ആയിട്ടുള്ള റിട്ടേൺ ആണെന്ന് നമുക്കിവിടെ കാണാൻ കഴിയും.
അപ്പോൾ ഈ കമ്പനിയുടെ പുതിയ ഡ്രോൺ ടെക്നോളജി പരീക്ഷണങ്ങൾ ഈ കമ്പനിയെ രക്ഷപ്പെടുത്തുമോ എന്ന് നമുക്ക് നോക്കാം. ഏതായാലും ഇപ്പോൾ ഈ സ്റ്റോക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു നല്ലൊരു പൊസിഷനിലല്ല എന്ന് നമുക്ക് തീർച്ചയായും പറയാൻ കഴിയും. അതുകൊണ്ട് ഈ സ്റ്റോക്ക് അതിൻ്റെ വെറും ക്വാർട്ടറുകളിൽ എത്രമാത്രം അത് പ്രോഫിറ്റബിലിറ്റിയിലേക്ക് വരുന്നുണ്ട് എന്ന് നോക്കിയിട്ട് നമുക്കൊരു തീരുമാനം എടുക്കുന്നതായിരിക്കും നല്ലത്. അതുവരെ ഈ സ്റ്റോക്കിൽ നിന്ന് അകന്നു നിൽക്കുന്നതായിരിക്കും ചിലപ്പോൾ ഗുണം ചെയ്യുക. അതുപോലെ INC42 ഒരു റിസർച്ച് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഡ്രോൺ മാർക്കറ്റ് 2030 21% CAGR ഗ്രോത്തോടുകൂടി $13 ബില്യൺ സൈസായിട്ട് അത് വളരുമെന്നാണ് കണക്കൂട്ടുന്നത്. അപ്പോൾ 2021 അടുത്ത 3 വർഷത്തേക്ക് 120 കോടിയുടെ ഒരു PLI സ്കീം കേന്ദ്ര സർക്കാർ ഓൾറെഡി പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2021 സ്റ്റാർട്ട് ചെയ്തത്. അത് ഇപ്പോഴും 3 വർഷത്തേക്കുള്ള ഒരു PLI സ്കീമായിരുന്നു. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ ഡ്രോൺ സെക്ടറിൽ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും പ്രവർത്തിക്കുന്ന കമ്പനികൾ നമുക്ക് കാണാൻ കഴിയും. അതായത് പല കമ്പനികൾ അവരുടെ മെയിൻ ബിസിനസ്സിനോട് സബ്സിഡിയറി ആയിട്ടുള്ള ഒരു ബിസിനസ്സായിട്ടാണ് ഡ്രോണിനെ കാണുന്നത്. എന്നാൽ ചില കമ്പനികൾ അവർ എക്സ്ക്ലൂസീവ്ലി ഡ്രോണിന് മാത്രമായിട്ടുള്ള കമ്പനികളാണ്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് 9ഓളം കമ്പനികൾ നമുക്കിവിടെ കാണാൻ കഴിയും. നമുക്ക് ഏറ്റവും ഒരു ലീഡിംഗ് ആയിട്ടുള്ളതും അതുപോലെ ഏറ്റവും നല്ല ഒരു കമ്പനി എന്ന് പറയാൻ കഴിയുന്നത് സെൻ ടെക്നോളജിയാണ്. ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള ഈ ഒരു കമ്പനി ഇന്ത്യൻ ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റി ഫോഴ്സുമായി ബന്ധപ്പെട്ട് ഡ്രോൺ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇവരുടെ മാർക്കറ്റ് ക്യാപ്പ് 11,000 കോടിയുള്ള ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ്. കറണ്ട് പ്രൈസ് 1324 കാണാം. കഴിഞ്ഞ ഒരു വർഷം ഈ കമ്പനി വമ്പിച്ച റിട്ടേൺ ആണ് ഇൻവെസ്റ്റേഴ്സ് നൽകിയത്. 214% ഒരു മൾട്ടി ബാഗർ റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് നൽകിയിട്ടുള്ളത്. സ്റ്റോക്കിൻ്റെ PE റേഷ്യോ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 88.2 ഹൈ PEയിലാണെങ്കിലും ഇൻഡസ്ട്രി PE നമ്മൾ നോക്കുമ്പോൾ അത് 91.5 ആണെന്ന് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫെയർലി വാല്യൂഡ് ആണ്, ഓവർ വാല്യൂഡ് അല്ല എന്ന് പറയും. കാരണം ഇതിൻ്റെ ROC നോക്കുക, അത് 46.3%. അതുപോലെ ROE 33.1%. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഹൈ PE റേഷ്യോ നമുക്ക് ന്യായീകരിക്കാവുന്ന ഒരു PE ആണെന്ന് പറയാൻ കഴിയും. ഇനി ഡെപ്റ്റ് ടു ഇക്വിറ്റി 0 ആണ്. അതേപോലെ പ്ലഡ്ജഡ് പെർസെൻറ്റേജും 0 ആണ്. അപ്പോൾ ഇതൊരു സീറോ ഡെപ്റ്റ് കമ്പനിയാണ് സെൻ ടെക്നോളജി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിൻ്റെ ഹൈ പ്രൈസ് 1487 വരെ പോയിരുന്നു. ഈ കമ്പനിയുടെ ഒരു ബിസിനസ് നോക്കുകയാണെങ്കിൽ സെയിൽസ് ഗ്രോത്ത് 101%, പ്രോഫിറ്റ് ഗ്രോത്ത് 204%. അതായത് കഴിഞ്ഞ 2 വർഷങ്ങളുടെ ക്വാർട്ടറുകൾ തമ്മിൽ താരതമ്യം ചെയ്താൽ കാണുന്ന ഗ്രോത്താണിത്. എന്നാൽ ഈ കമ്പനിയുടെ സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും അതത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് വളരുന്നില്ലെങ്കിലും ഒരു ന്യൂ ബിസിനസ്സാണ്, അതിൻ്റേതായ വെല്ലുവിളികളുണ്ട്, പുതിയ ന്യൂ ഏജ് ടെക്നോളജിയാണ്. അതുകൊണ്ട് തന്നെ ഡ്രോൺ കമ്പനികളുടെ കൂട്ടത്തിൽ നഷ്ടം രേഖപ്പെടുത്താത്ത ആ രീതിയിൽ മുന്നേറുന്ന ഒരു കമ്പനി എന്നുള്ള നിലയിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്ക് സെൻ ടെക്നോളജിയാണ്. ഇപ്പോൾ ഈ സ്റ്റോക്ക് 52 വീക്ക് ഹൈയിൽ നിന്നും ഏകദേശം 11% കറക്റ്റ് ചെയ്തിട്ടാണ് കിട്ടുന്നുള്ളത് എന്നുള്ളതും ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഘടകമാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ് സെൻ ടെക്നോളജി ലിമിറ്റഡ്. അടുത്ത സ്റ്റോക്ക് ഐഡിയ ഫോർജ് ടെക്നോളജി ലിമിറ്റഡ് ആണ്. ഈ കമ്പനി എക്സ്ക്ലൂസീവ്ലി ഒരു ഡ്രോൺ ടെക്നോളജി കമ്പനിയാണ്. അൺമാൻഡ് എയർക്രാഫ്റ്റ് സിസ്റ്റം നിർമ്മിക്കുന്ന ഈ കമ്പനി 2023 ലിസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ വർഷമാണ് ലിസ്റ്റ് ചെയ്തത്. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 3477 കോടിയുള്ള ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ്. കറണ്ട് പ്രൈസ് 811 1344 എന്നുള്ള ഒരു ഹൈ ഈ സ്റ്റോക്കിൽ ഒരിക്കലുണ്ടായിരുന്നു. ഇതിൻ്റെ ലിസ്റ്റ് ചെയ്ത സമയത്ത് ആ ഒരു ഹൈ വരെ ഈ സ്റ്റോക്ക് പോയിരുന്നു. പക്ഷേ അവിടെ നിന്ന് തുടർച്ചയായിട്ടുള്ള തകർച്ചയാണ് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയുക. ഈ കമ്പനിയുടെ PE റേഷ്യോ ഇപ്പോൾ 72.6 ആണ്. ഇൻഡസ്ട്രി PE നമുക്ക് 96.5 ആണെന്ന് കാണാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ സ്റ്റോക്ക് ഓവർ വാല്യൂഡ് ആയിട്ടില്ല എന്ന് പറയാം. പക്ഷേ ഇതിൻ്റെ ROC നോക്കുക, അത് 12.4 ആണ്. നമ്മൾ സെൻ ടെക്നോളജിയെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ലോ ആണ്. ROE ആണെങ്കിലും 9.69 ആണ്. അത് 10ൽ താഴെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൻ ടെക്നോളജിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് അത്ര നല്ല ഒരു സ്റ്റോക്കാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിലും ഡെറ്റ് 0 ആയിട്ടുള്ള 0.02% നേരിയ ഡെപ്റ്റ് മാത്രമുള്ള ഒരു കമ്പനിയാണ്. അതുപോലെ ഇതിൻ്റെ പ്ലഡ്ജഡ് പെർസെൻറ്റേജ് ഒക്കെ 0 ആണ്. ഇനി കമ്പനിയുടെ ഒരു സെയിൽസ് ഗ്രോത്ത് കഴിഞ്ഞ 2 വർഷങ്ങളിലെ ക്വാർട്ടറുകൾ താരതമ്യം ചെയ്യുമ്പോൾ 70.4% സെയിൽസ് ഗ്രോത്തും അതുപോലെ 56% ഒരു പ്രോഫിറ്റ് ഗ്രോത്തും കാണാൻ കഴിയും. അപ്പോൾ റവന്യൂ ഗ്രോത്ത് കഴിഞ്ഞ 4 വർഷം പോസിറ്റീവായിരുന്നു. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് വളരുന്നുണ്ടായിരുന്നു. എന്നാൽ ആദ്യ 2 വർഷത്തെ കമ്പനിയുടെ ആ ഒരു ബിസിനസ്സിൽ നമുക്ക് ലോസ് കാണാൻ കഴിയും. ആ ലോസ് പക്ഷേ ഇപ്പോൾ അത് കവർ ചെയ്തുകൊണ്ട് കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഒരു തിരിച്ചു വരവിൻ്റെ ഒരു ലക്ഷണങ്ങൾ, ഒരു ടേൺ അറൗണ്ട് കമ്പനിയായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ റിട്ടേൺ, ഒരു വർഷത്തെ റിട്ടേൺ അത് ഇൻവെസ്റ്റേഴ്സിന് നൽകിയിട്ടുള്ളത് നെഗറ്റീവ് റിട്ടേൺ ആണ്. -30 എന്നുള്ള ഒരു ലോസിലാണ് ഇൻവെസ്റ്റേഴ്സ് ഉള്ളത്. അപ്പോൾ അതൊരു തികച്ചും നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഇപ്പോൾ കറൻ്റ്ലി അത് 52 വീക്ക് ഹൈയിൽ നിന്ന് ഏകദേശം 39% കറക്റ്റ് ചെയ്തിട്ടാണ് ഈ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ കമ്പനി ഒരു റിക്കവറി ചെയ്യുന്നതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് അതിൻ്റെ ചാർട്ടിൽ കാണാൻ കഴിയും. അപ്പോൾ ഇപ്പോൾ നല്ലൊരു ബൈങ് ലെവലാണെന്ന് കാണാൻ കഴിയും. എങ്കിലും
വരും ദിവസങ്ങളിലുള്ള ഇതിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് നിങ്ങൾ വാച്ച് ചെയ്യുക. ചിലപ്പോൾ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ഡ്രോൺ ടെക്നോളജിയിൽ ഏതെങ്കിലും PLI സ്കീമുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ വരുന്നുണ്ടോ എന്ന് നമ്മൾ നിരീക്ഷിക്കുക. ആ രീതിയിൽ വാച്ച് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ് ഐഡിയ ഫോർജ് ടെക്നോളജി എന്ന് പറയുന്ന ഈ ഒരു കമ്പനി. ഇനി അടുത്ത കമ്പനി നോക്കുവാണെങ്കിൽ ദ്രോണാചാര്യ എന്ന് പറയുന്ന ദ്രോണാചാര്യ ഏരിയൽ ഇന്നോവേഷൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇവർ ഡ്രോൺ ഓപ്പറേഷനും അതിൻ്റെ ട്രെയിനിങ് രംഗത്തും പ്രവർത്തിക്കുന്ന ഒരു മൈക്രോ ക്യാപ് കമ്പനിയാണ്. 2020 കഴിഞ്ഞ വർഷം തന്നെയാണ് ഈ കമ്പനി ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. വളരെയധികം റിസ്കി ആയിട്ടുള്ള ഒരു കമ്പനി ആയിട്ടാണ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുക. കാരണം ഈ സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽസിൽ നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 352 കോടിയുള്ള ഒരു മൈക്രോ ക്യാപ് സെഗ്മെൻറ്റിലുള്ള ഒരു കമ്പനിയാണെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു നാനോ ക്യാപ് സെഗ്മെൻറ്റിലുള്ള ഒരു കമ്പനിയാണെന്ന് പറയാം. അപ്പോൾ 2023 ലിസ്റ്റ് ചെയ്ത ഈ കമ്പനി അതിൻ്റെ ഹൈ പ്രൈസ് ലിസ്റ്റ് ചെയ്ത സമയത്ത് 243 എന്നുള്ള ഹൈ ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ 147 എന്നുള്ള ലെവലാണ് നമുക്ക് കാണാൻ കഴിയുക. ഈ കമ്പനിയുടെ മറ്റൊരു നെഗറ്റീവായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ഇതിൻ്റെ പ്രൊമോട്ടർ ഹോൾഡിംഗ് വളരെ ലോ ആണ്. 28% പ്രൊമോട്ടർ ഹോൾഡിംഗ് മാത്രമേ ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയുന്നുള്ളൂ. അതുപോലെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് കുറച്ച് വരുന്നതായി കാണാം. ഇതിൽ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ഇല്ല, പക്ഷേ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് 5% ഉണ്ടായിരുന്നു. അത് കുറഞ്ഞിട്ട് ഇപ്പോൾ 2% താഴ്ന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ സ്റ്റോക്കിൻ്റെ സെയിൽസ് ഗ്രോത്ത് 89% ഒരു ഗ്രോത്ത് കഴിഞ്ഞ 2 വർഷങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ പ്രോഫിറ്റ് ഗ്രോത്തും 77.3% കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ സ്റ്റോക്ക് പ്രോഫിറ്റിലാണെന്ന് കാണാം. പക്ഷേ അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും ഇപ്പോൾ 33.9% കറക്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ സ്റ്റോക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു വർഷം ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സ് നൽകിയ റിട്ടേൺ -6 ആണ്, നഷ്ടമാണ് ഇൻവെസ്റ്റേഴ്സ് നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ അനുയോജ്യമായി തോന്നുന്നില്ലെങ്കിലും ഇതിൻ്റെ ഒരു ഗ്രോത്ത് നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തുകൊണ്ട് നിരീക്ഷിക്കേണ്ടതാണ്. കാരണം ഡ്രോൺ സെഗ്മെൻറ്റിലുള്ള ഒരു എക്സ്ക്ലൂസീവ് കമ്പനി എന്നുള്ള നിലക്ക് ഈ കമ്പനി നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റാവുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ സെൻ ടെക്നോളജി, ഐഡിയ ഫോർജ്, ദ്രോണാചാര്യ പോലെയുള്ള സ്റ്റോക്കുകൾ അവർ പൂർണ്ണമായിട്ടും ഈ ഡ്രോൺ റിലേറ്റഡ് കമ്പനികളാണെങ്കിൽ ഡെൽഹിവറി അങ്ങനെ ഒരു കമ്പനിയല്ല. കാരണം അവരുടെ മെയിനായിട്ടുള്ള ലോജിസ്റ്റിക് ബിസിനസ്സിൻ്റെ കൂടെയാണ് അവർ ഈ ഒരു ഡ്രോൺ ടെക്നോളജി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതേപോലെ മെയിൻ ബിസിനസ്സിൻ്റെ കൂടെ ഡ്രോൺ ടെക്നോളജി കൊണ്ടുപോകുന്ന വേറെയും കമ്പനികളുണ്ട്. അതിലൊന്ന് പ്രമുഖമായിട്ടുള്ള ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ HAL ആണ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്നുള്ള ഈ ഒരു PSU കമ്പനി. ഇവർ ഒരു ലീഡിംഗ് സ്റ്റാർട്ടപ്പ് കമ്പനി ആയിട്ടുള്ള ഗരുഡ എയറോസ്പേസ്, നൈനി എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയെ ഏറ്റെടുത്തിരുന്നു. ആ കമ്പനി പ്രധാനമായും ഡ്രോൺ സെഗ്മെൻറ്റിൽ പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയായിരുന്നു. അപ്പോൾ ആ കമ്പനി ഏറ്റെടുത്തുകൊണ്ട് അത് HALൻ്റെ ഒരു സബ്സിഡിയറി കമ്പനിയായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ആ കമ്പനി മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ കീഴിലാണ് നമുക്കറിയാം. HALും ഈ സബ്സിഡിയറി കമ്പനി ചേർന്നുകൊണ്ട് അഡ്വാൻസ്ഡ് പ്രിസിഷൻ ഡ്രോൺസ് മേഖലയിൽ ഒന്നിച്ച ഒരു പാർട്ട്ണർഷിപ്പ് അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. മറ്റൊരു വലിയ കമ്പനി എന്ന് നമുക്ക് പറയുന്നത് ഇൻഫേർജ് ആണ്. ഇൻഫേർജ് അവർ സ്കൈലാർക്ക് ഡ്രോൺസ് എന്ന് പറയുന്ന ഒരു കമ്പനിയെ അവർ അക്വയർ ചെയ്തിരുന്നു. അതൊരു ഗ്ലോബൽ കമ്പനിയായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന, പ്രത്യേകിച്ച് ഈ ഡ്രോണിൻ്റെ ഫണ്ടമെൻ്റൽസ് ഫ്രെയിം വർക്കിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കമ്പനിയാണ്. അതിനെയാണ് ഇൻഫേർജ് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇൻഫേർജും ഡ്രോൺ സെഗ്മെൻറ്റിൽ കാൽവെച്ചൊരു കമ്പനിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഈ ഡ്രോൺ സെഗ്മെൻറ്റിലെ ഒരു കമ്പനി എന്ന് പറയുന്നത് റത്തൻ എൻ്റർപ്രൈസസ് ആണ്. അവരുടെ ബേസിക് ആയിട്ടുള്ള ബിസിനസ്സും ഡിഫറെൻ്റ് ആയിട്ട് അവർ ഈ ഒരു ഡ്രോൺ സെഗ്മെൻറ്റിൽ അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ ത്രോട്ടിൽ എയറോസ്പേസ് സിസ്റ്റം എന്ന് പറയുന്ന കമ്പനിയെ ടേക്ക് ഓവർ ചെയ്തുകൊണ്ടാണ് ഇവർ ഈ ഡ്രോൺ സെഗ്മെൻറ്റിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അവർ പ്രത്യേകിച്ച് മോണിറ്ററിംഗ്, സർവേലിയൻസ്, സർവേയിങ്, മാപ്പിംഗ്, ഇൻസ്പെക്ഷൻ, മെയിൻ്റനൻസ് പോലെയുള്ള മേഖലകളിൽ ഡ്രോൺ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയായിട്ട് റത്തൻ എൻ്റർപ്രൈസസ് നമുക്ക് കാണാവുന്നതാണ്. മറ്റൊരു സ്റ്റോക്ക് ഉള്ളത് പരസ് എയറോസ്പേസ് ആണ്. പരസ് ഡിഫൻസ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി പ്രധാനമായിട്ടും ഡ്രോൺ സൊല്യൂഷൻസും ആൻറ്റി ഡ്രോൺ സൊല്യൂഷൻസും പ്രൊവൈഡ് ചെയ്യുന്ന 2 സബ്സിഡിയറികൾ ഇവരുടെ കയ്യിലും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ന്യൂ ഏജ് ടെക്നോളജിയിൽ, ഫ്യൂച്ചറിസ്റ്റിക് ബിസിനസ്സിൽ തീർച്ചയായും ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകൾ വാച്ച് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇതിൽ ഫേവറേറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഡ്രോൺ സ്റ്റോക്ക് ഏതാണ് എന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.